നമ്മുടെ ഫിലിപ്പ് മമ്പാട് റിമാൻഡിലാണ്. വരുന്ന വാർത്തകൾ വെച്ച് ശക്തമായ തെളിവുകളുണ്ടെന്നും അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ട്. ഒരു പെൺകുട്ടിയാണ് ചെയ്തത്, ചിലർ എഴുതിയവർ മാറ്റി വീണ്ടും വീണ്ടും എഴുതുന്നുണ്ട്. ഞാൻ ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോയിൽ അധികം വെളുപ്പിക്കണ്ട എന്ന് എല്ലാവരോടും പറഞ്ഞത്. അത് ആരുടെ കേസിലായാലും ഈ പറഞ്ഞതുപോലെ അധികം നമ്മൾ കാര്യങ്ങൾ വ്യക്തമായി വരുന്നത് വരെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വെളുപ്പിക്കാൻ നിൽക്കുന്നത് ഒരു ഗുണകരമായ സംഗതിയല്ല. പ്രത്യേകിച്ച് പോക്സോ ആണ്. പ്രായപൂർത്തി ആകാത്ത ഒരു പെൺകുട്ടിയുടേതാണ്, ഒരു കുഞ്ഞിൻ്റേതാണ് വിഷയം. അങ്ങനെയുള്ള കുട്ടികളെ സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് തനിച്ച് താമസിക്കുമ്പോൾ കുടുംബമില്ലാത്ത സ്ഥലത്ത് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്തുനിന്ന് പിന്നെ അവരുടെ അനുവാദമില്ലാതെ ഹോട്ടൽ മുറികളിലേക്കൊക്കെ കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അത്രയും വലിയ കൗൺസിലിംഗ് ഒന്നും ഈ സമൂഹത്തിൽ ആർക്കും കൊടുക്കേണ്ട ബാധ്യതയൊന്നും നമുക്കില്ലല്ലോ. നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ആളിന് കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത്, കൗൺസിലിംഗ് എന്ന് പറയുന്നത് തന്നെ അത് പഠിച്ച പ്രൊഫഷണൽസോ അങ്ങനെയുള്ളവരൊന്നും അല്ലാതെ ഇപ്പോൾ എല്ലാവരും കൗൺസിലർമാരായിരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ വലിയ വിശ്വാസയോഗ്യമായ സംഗതിയൊന്നുമില്ല. കൗൺസിലിംഗ് കൊടുക്കാൻ ഹോട്ടലിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതും വീട്ടുകാരെ അറിയിക്കാതെ പിന്നെ അതിനെ തുടർന്നുള്ള കുറച്ച് സംഭവവികാസങ്ങളൊക്കെ ഉണ്ട്. അതവിടെ ഇരിക്കട്ടെ, അത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞു. പക്ഷേ ഈ സന്ദർഭം മുതലെടുത്ത് ഇതും ഈ ഫിലിപ്പ് മമ്പാടാണ് പേരെങ്കിലും പുള്ളി എപ്പോഴോ പറഞ്ഞ ഒരു സടകുടായിപ്പെടുത്തു വെച്ച് അല്ലെങ്കിൽ കുണൂണായിപ്പെടുത്തു വെച്ച് ആസ്വദിക്കുന്ന കുറേ പേരുണ്ട്. അതിൽ കുറച്ച് ഈ വിദ്വേഷ സംഖ്യകളും പിന്നെ ചപ്പിയൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകളുണ്ടല്ലോ. നമ്മുടെ ആരിഫ് ഹുസൈൻ സംഘവും അദ്ദേഹം വിവിധ പേരുകളിൽ ധാരാളം പ്രൊഫൈലുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് മൊബൈൽ നമ്പറുകൾ വാങ്ങി. എന്തിനാണെന്ന് വെച്ചാൽ അതിലൂടെ വ്യത്യസ്ത പേരുകളിൽ എല്ലാ പോസ്റ്റുകളുടെ അടിയിലും വന്ന് ഇത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ചിലരൊക്കെ ചില കമൻറ്റുകൾ എഴുതി നമുക്ക് അയക്കാറുണ്ട്. ഇന്നാര് പറഞ്ഞത് കണ്ടോ, അവരിങ്ങനെ പറഞ്ഞത് കണ്ടോ, അങ്ങനെ പറഞ്ഞത് കണ്ടോ എന്ന്. അതിനെ നമുക്ക് ആശ്രയിക്കാൻ വയ്യാത്തത് എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മരിച്ചു പോയ ഒരാളിൻ്റെ പേജ് എടുത്ത് ആ ചിത്രങ്ങളെല്ലാം കൂടി വെച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഉണ്ടാക്കി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും ഒരു പ്രയാസമുള്ള കാലമല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം കമൻറ്റുകളെ നമ്മൾ വലിയ പരിഗണന എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഒരു സംഗതിയും സംഖ്യകൾ പറഞ്ഞതാ കേട്ടോളൂ. ഒരുപക്ഷെ ജീവിതം ഇങ്ങനെ ആയിത്തീരട്ടെ എന്ന് മുൻപ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇന്ന് വായനയിലൂടെ വന്ന ചില അറിവുകളാണ് അതിനെന്നെ ഏറ്റവും കൂടുതൽ എന്നെ പ്രാപ്തനാക്കിയത്. ഒരുപക്ഷെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആന്റെ ഈ 6666 114 സൂറത്തിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതിലൂടെ എല്ലാം പലപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ശരീരത്തിന് മുഴുവന് ഊർജ്ജം സംഭരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം സ്വാംശീകരിച്ച വായനയുടെ ചില നിമിഷങ്ങളാണ്. ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്. ഇത് യാതൊരു കാര്യവുമില്ലാതെ ഉടായ്പ വർത്താനമാണ് ഒന്നാമത് ഇയാൾ പറയുന്നത്. ഞാനൊരു മുസ്ലിമാണ്, ഇസ്ലാം മതവിശ്വാസിയാണ്. എനിക്ക് ഈ പറയുന്നത് പോലെ ഖുർആനിലെ മുഴുവൻ സൂക്തങ്ങളിലൂടെയും ആയത്തുകളിലൂടെയും അതിൻ്റെ അർത്ഥമറിഞ്ഞ് പഠിക്കാനൊന്നും എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ കാര്യത്തിലൊരു നിസ്സഹായനാണ്. എന്ന് മാത്രമല്ല, എന്നെപ്പോലുള്ള ധാരാളം പേർ ഇങ്ങനെയൊക്കെ പഠിക്കണമെങ്കിൽ 7, 8, 10 വർഷം ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സംവിധാനത്തിൽ നിന്ന് പഠിക്കണം. ഇതിപ്പോൾ പുള്ളി പുറത്തിറങ്ങി ഈ കാശുകെട്ടിൻ്റെ കണക്കും ചാപ്പാടിൻ്റെ രുചിയും നോക്കുമ്പോൾ കുറച്ച് മുസ്ലിങ്ങളാണല്ലോ ഇതിന് ആരെങ്കിലും ഇറങ്ങി അള്ളാഹുവും ഖുർആനും പ്രവാചകനും പറഞ്ഞാൽ പിന്നെ തോളിലേറ്റിക്കൊണ്ട് നടപ്പല്ലേ. എന്ത് വേണമെന്ന് ചോദിച്ചാൽ അതെല്ലാം എന്ന് പറഞ്ഞാൽ ഫിലിപ്പ് മമ്പാട് സാറൂടെ വന്ന് ഇരുന്നിട്ടേ ആഖിറത്തിന് വേണ്ടിയുള്ള ദുആ തുടങ്ങും. അത്തരമൊരു മാനസിക രോഗത്തിൻ്റെ അവസ്ഥയിലേക്ക് ഈ പറയുന്ന മുസ്ലിങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിന് മുസ്ലിങ്ങളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇസ്ലാം മതത്തിനോടുള്ള സ്നേഹം കൂടാതെ ഇപ്പോഴത്തെ കാലത്ത് വേറെ ഏതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവൻ ഇതിനെക്കുറിച്ച് നല്ലതാണെന്ന് പറയുമ്പോൾ ഇല്ല, മരുഭൂമിയുടെ നടുവിൽ ആരോരുമില്ലാതെ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഇങ്ങനെ ചുട്ടുകൂരിക്കൊണ്ടിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും വരുന്നവനെ കിട്ടി പിടിച്ച് ഇതങ്ങ് എന്താ പറയുന്നത്, അവൻ പറയുന്നത് കേട്ട് അവൻ ഇതിനകത്ത് ഭയങ്കര ആളാണ്. അല്ലാതെ അവനൊരു കുന്തവും പഠിച്ചിട്ടില്ല എന്നുള്ളത് 100 വട്ടം എനിക്കറിയാം. അവൻ്റെ കൂടെയുള്ള ഒരുപാട് ആളുകളും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ എനിക്കറിയാം. ഇവനൊന്നും പഠിച്ചിട്ടില്ല. ഇത് വെറുതെ ഇറങ്ങിക്കഴിഞ്ഞ് ഇവനതിൻ്റെ ഒരു താവളം മനസ്സിലാക്കിയപ്പം നിലമ്പൂരും മലബാറും അതുമൊക്കെ കണ്ടതോടുകൂടി അങ്ങനെയാണല്ലോ ഏറ്റവും കൂടുതൽ വേദി കിട്ടിയിട്ടുള്ളതും മുസ്ലിം വിഭാഗത്തിൻ്റെ വേദിയായിരിക്കും. അവിടെയാണ് ഇവൻ ഉമ്മാക്കഥയും അരിപ്പത്രിയുടെ കഥയും ഇത്താക്കഥയും ഖുർആൻ്റെ കഥയും പ്രവാചകൻ്റെ കഥയും ഒക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ഏത് സമുദായത്തിൽപ്പെട്ടവരെയും സവിശേഷമായി സൂക്ഷിക്കേണ്ടത് അത്യാവശ്യവുമാണ്. അങ്ങനെ അങ്ങ് കോംപ്രമൈസ് ചെയ്ത് അഭിനയിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഇതിപ്പം മുസ്ലിങ്ങളായ എല്ലാവർക്കും അറിയാം ഇത് സാധ്യമല്ലെന്ന്. പക്ഷേ ഈ സംഭവം പിടിച്ചു വെച്ചാണ് ഇപ്പോൾ കുറച്ച് സംഘികളും ബാക്കിയുള്ളവരുമൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചു, ഇങ്ങനെ പീഡനത്തിനകത്ത് ഇതെല്ലാം പറയാനാണെങ്കിൽ
ലോകത്തിലെ ഏറ്റവും വലിയ ആഭാസനും ഇപ്പോഴത്തെ പീഡകനുമായി മാറിയിരിക്കുന്ന, രാജ്യത്തെ പോലും കൊച്ചു പെൺകുട്ടികളെ വിലക്കെടുത്ത് നടത്തിയിരിക്കുന്നവൻ്റെ പേര് ജെഫ്രി എപ്സ്റ്റീൻ എന്നാണ്. അവൻ നിരീശ്വരവാദിയാണെന്നും പറയുന്നുണ്ട്, ജൂതനാണെന്നും പറയുന്നുണ്ട്, ക്രിസ്ത്യനാണെന്നും പറയുന്നുണ്ട്. എനിക്കറിയില്ല ഏതാണെന്ന്. ഏതായാലും ലോകത്തറിയപ്പെടുന്ന സാപ്പിയങ്കാരോട് പറയുവാണ്, എല്ലാ നിരീശ്വരവാദികളും ആയിരക്കണക്കിന് കുട്ടികളെയും പെണ്ണുങ്ങളെയും ഉപദ്രവിച്ചിട്ടുള്ളവന്മാർ മാത്രമേ ചരിത്രത്തിലൂടെ പോയിട്ടുള്ള ഏകാധിപത്യ ഭരണാധികാരികൾ ഉണ്ടായിട്ടുള്ളൂ. അതാണ് സത്യം. അതുകൊണ്ട് ചാപ്യൻ ഇത് പറയുന്നതിനൊന്നും യാതൊരു യോഗ്യതയില്ല. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിൽ 1,00,000 മമ്പാടിന് തുല്യമായ ജെഫ്രി എസ്റ്റീനൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തർത്ഥമാണ് അതിലുള്ളത്? തീർന്നില്ല. ഇനിയും കുറേ വാർത്തകൾ സംഘികൾ അറിയാൻ വേണ്ടി വായിക്കുകയാണ്. ലൈംഗിക പീഡന പരാതി, ഒളിവിലായിരുന്ന സ്വാമി ചൈതന്യാനന്ദ സരസ്വതി അറസ്റ്റിൽ. ബേബി ഐ ലവ് യു, മുറിയിലേക്ക് വരണം, വിദ്യാർത്ഥിനിക്ക് ചൈതന്യയുടെ സന്ദേശം, അനുസരിച്ചില്ലെങ്കിൽ പരീക്ഷയിൽ മാർക്ക് വെട്ടൽ. ആശ്രമത്തിൻ്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന, സ്വയം പ്രഖ്യാപിത യോഗ ഗുരു അറസ്റ്റിൽ. ക്ഷേത്രവിഗ്രഹത്തിലെ മാല മോഷ്ടിച്ചു, കോഴിക്കോട് പന്തിരാഗ ക്ഷേത്രത്തിലെ മഹാവിഷ്ണു മേൽശാന്തി പിടിയിൽ. പ്രകൃതി വിരുദ്ധ പീഡനം, BJP നേതാവ് അറസ്റ്റിൽ. പരീക്ഷയ്ക്ക് ഉയർന്ന വാഗ്ദാനം, 11-കാരിയെ ആഭിചാരക്രിയയ്ക്കിടയിൽ പീഡിപ്പിക്കാൻ ശ്രമം, കൊല്ലത്ത് വ്യാജസ്വാമി അറസ്റ്റിൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഹിമാചൽ പ്രദേശിലെ BJP MLAക്കെതിരെ. സ്കൂളിൽ ജോലി വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു, പത്മശ്രീ ജേതാവായ അദ്ദേഹത്തിനെതിരെ ബലാത്സംഗ പരാതി. ഇങ്ങനെ അടക്കം കുട്ടികളോട് ലൈംഗികാതിക്രമം, സിറോ മലബാർ സഭാംഗമായ മലയാളി വൈദികൻ കാനഡയിൽ അറസ്റ്റിൽ. ഇങ്ങനെയുള്ള ധാരാളം സാമൂഹ്യ വിരുദ്ധർ എല്ലാ മതത്തിലും ഉണ്ട്. അതിനൊന്നും ഇത് കാണുമ്പോഴത്തേക്ക് ആരെങ്കിലും ഹിന്ദു പുരാണങ്ങളെയോ ബൈബിളിനെയോ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഫിലിപ്പ് മമ്പാട് ഖുർആൻ പഠിച്ചു എന്ന് പറയുന്ന ഒരു കള്ളം അടിച്ചപ്പോഴത്തേക്ക് അതിനെ പിടിച്ചൊരു കഥയുമായി വന്നിരിക്കുന്നത് കൊണ്ടാണ് ഞാനിതിന് മറുപടി പറഞ്ഞത്. അത്രയേ ഉള്ളൂ.